ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിലാണുള്ളത്. പ്രത്യേകിച്ച് വലിയ മുൻധാരണയൊന്നും ഇല്ലാതെ ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരു യാത്രയാണ്. ഗ്രാമത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങനെ യാത്ര ചെയ്യാൻ കൊണ്ട് ഇറങ്ങി തിരിച്ചതാണ്. അപ്പൊ ഇപ്പോൾ ഒരുപാട് വൈകിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് മധുരയിൽ സ്റ്റേ ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ മധുരയിലെ കുറച്ച് രാത്രി കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ മധുരയ്ക്ക് വിടുവല്ലേ. സന്ധ്യ സമയമായതുകൊണ്ട് വഴിയിലെ കാഴ്ചകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. വീട്ടിൽ നിന്ന് ഒരു ഏകദേശം 150 കിലോമീറ്റർ ഉണ്ട് മധുരയിലേക്ക്. ഗൂഗിൾ പറയുന്നത് ഏകദേശം ഒരു 2.5 മണിക്കൂർ എടുക്കുമെന്നാണ്. ഇതുപോലുള്ള റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു 2.5 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. പക്ഷേ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് അവിടെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ അല്ലിയും കൂടി കൂടെയുണ്ട്. അങ്ങനെ 4:30 പുറപ്പെട്ട ഞങ്ങൾ മധുരയിൽ എത്തിയപ്പോഴേക്കും 9 മണിയായി. പിന്നെ ഞങ്ങളൊരു റൂമൊക്കെ കണ്ടുപിടിച്ച് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും 10 മണിയായി. ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ചെട്ടിനാട് വരെ പോകാനുള്ള തീരുമാനത്തിലാണ്. അങ്ങനെ ഒരു 10 മണിയായപ്പോഴാണ് ഒരു ഹോട്ടലൊക്കെ തപ്പിപ്പിടിച്ച് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ക്ഷേത്രം വരെ ഒന്ന് പോയാലോ എന്നൊരു തീരുമാനം എടുത്തത്. കേരളത്തിൽ മലയാള മാസം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ തമിഴിലെ മാസമായ ചിത്തിര മാസമാണ് ഇന്ന്. വിശ്വാസമൊക്കെ അനുസരിച്ച് മധുര മീനാക്ഷിയുടെയും ശിവന്റെ അവതാരമായ സുന്ദരേശ്വരനുമായിട്ടുള്ള വിവാഹ മാസമാണ്. ഈ ഒരു മാസമാണ് ഇവിടെ ചിത്തിര തിരുവിഴ നടക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള താളമേളവും പ്രദർശനവും ഒക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. என்ன ஐதீகம் இது? வேண்டுதல். இது ஆத்துக்குள்ள அகமலை தண்ணி இறங்குவாரு. அவர் தண்ணி வெயிலுக்கு நனையாம இருக்கிற தண்ணி இந்த தண்ணியில அடிக்கிறது. பெருமாள் வடிவம் അങ്ങനെ കുറച്ചു നേരം പരിപാടികളൊക്കെ കണ്ടു നിന്ന് ഒരു 11:30 ആയപ്പോഴാണ് റൂമിലെത്തിയത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു. സമയം ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ട്. 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മധുര വിടാന്നുള്ള തീരുമാനത്തിലാണ്. ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ റൂം എടുത്തതുകൊണ്ട് രാവിലെ ക്ഷേത്രം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് തീരുമാനിച്ചു. കൂടെ രാവിലത്തെ ഭക്ഷണവും കഴിക്കാം. രാവിലെ ഇന്നലെ കണ്ടതുപോലെ തന്നെയുള്ള ഘോഷയാത്രയും മേളവും ഒക്കെയാണ് ഇപ്പോഴും. എനിക്ക് എത്ര വട്ടം കണ്ടാലും ഒരിക്കലും മടുപ്പ് തോന്നാത്ത ഒരു സ്ഥലമാണ് മധുര. പലർക്കും ഇങ്ങോട്ടുള്ള യാത്രയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങളാണ്. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയ തൂങ്കാ നഗരം എന്ന് പറയുന്ന ഈ ഒരു മധുരയ്ക്ക് പറയാനുള്ളത് ഒരുപാട് കഥകളാണ്. അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ച്. തമിഴ്നാട്ടിലെ പ്രഭാത ഭക്ഷണങ്ങളിൽ പ്രധാനിയാണ് പൊങ്കൽ. നമ്മൾ ഓരോ നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ ഭക്ഷണ പാരമ്പര്യത്തെക്കുറിച്ച് അറിയാനുള്ള ഏറ്റവും നല്ല വഴി ഇവിടുത്തെ നാട്ടുകാരുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള പരമ്പരാഗത ഭക്ഷണങ്ങൾ ആസ്വദിക്കലാണ്. വെള്ളത്തിൽ കഞ്ഞി പോലെ വേവിച്ച അരിപ്പുഴുക്കാണ് ഈ പൊങ്കൽ. ഇതിൽ വെണ്ണ, കുരുമുളക്, ജീരകം, കശുവണ്ടി, ഇഞ്ചി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് ചേർത്താണ് പുഴുക്കുണ്ടാക്കുന്നത്. ഇതിന് കൂട്ടാനായിട്ട് സാമ്പാറും ചട്നിയൊക്കെയാണ് സാധാരണ കിട്ടാറ്. ചിലപ്പോൾ കൂടെ ഒരു വടയും ഉണ്ടാവും. എൻ്റെ തമിഴ്നാട് യാത്രയിൽ ഒരു മികച്ച പൊങ്കൽ എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചാൽ അത് മധുരയാണെന്നേ പറയാൻ പറ്റൂ. പിന്നെ അല്ലിക്ക് ഇങ്ങോട്ട് പോരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് നേരത്തെ തന്നെ ഡിമാൻഡ് ഉണ്ടായിരുന്നു. വളരെ ചെറിയ സാധനങ്ങളാണ്, കുപ്പിവള, അങ്ങനെ എന്തൊക്കെയോ ചെറിയ ചെറിയ സാധനങ്ങൾ. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ തിരികെ റൂമിലേക്ക് പോയി. റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ വണ്ടി എടുത്ത് നേരെ യാത്ര ആരംഭിച്ചു. ഇനി നേരെ ചെട്ടിനാടിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു ഏകദേശം 108 കിലോമീറ്റർ ഉണ്ട്. 2 മണിക്കൂർ യാത്ര എന്നൊക്കെയാണ് ഗൂഗിൾ പറയുന്നത്. നമ്മുടെ ഈ വണ്ടിയുടെ മുമ്പിൽ ഈ കൊണ്ടുപോകുന്നത് വാഴനാരാണ്. ഈ പൂക്കളൊക്കെ കോർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. മുല്ലപ്പൂവിന് ഏറ്റവും പേര് കേട്ട നാടാണ് മധുര. മധുര മല്ലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ മണമുള്ള മുല്ലപ്പൂ ഇതാണെന്നാണ് പറയുന്നത്. അങ്ങനെ മുല്ലപ്പൂവൊക്കെ കെട്ടാനായിട്ടുള്ള വാഴനാരായിരിക്കാം. പണ്ടൊക്കെ ചെട്ടിയാർ സമുദായത്തിന്റെ പൈതൃകവും സമ്പന്നതയൊക്കെ നിറഞ്ഞ ഒരു ഗ്രാമമായിരുന്നെങ്കിലും ഇപ്പൊ നിശ്ചലമായെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ വീടുകൾ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണവും. ഇവിടെ ഉണ്ടായിരുന്ന പഴയകാല കെട്ടിടങ്ങളിൽ പലതും ഇന്ന് തകർന്ന് നിലംപൊത്താറായി കിടക്കുക. എന്നാൽ ചില വീടുകളിലാണെങ്കിൽ ഇപ്പോഴും താമസമുണ്ട്. അത്തരത്തിലുള്ള ഒരു വീടിനകത്തേക്ക് കയറാനുള്ള ഒരു പെർമിഷനൊക്കെ വാങ്ങി ഞങ്ങൾ പതിയെ അകത്തേക്ക് കയറി. ഈ ഒരു വീടിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും നശിച്ചു കിടക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ പഴയകാലത്തെ വർക്കുകളൊക്കെ വാസ്തുവിദ്യയുടെ ഇതിഹാസം തന്നെയാണ്. വലിയ താക്കോല് ഇതെന്താ പണിയാകും. ഇവിടുത്തെ മെയിൻ ഡോറിന്റെ താക്കോലാണ് ഈ കാണുന്നത്. 1 കിലോ ഉണ്ട്.
പിന്നെ ഇവിടുത്തെ തറയോട്, പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു തറയോടാണ് ഇതിന്റെ തൊട്ടടുത്ത ഗ്രാമമായ ആത്താംകുടിയിൽ ഇപ്പോഴും നിർമ്മിക്കുന്നുണ്ട്. എന്തായാലും അവിടം വരെ ഒന്ന് പോകുന്നുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ അവിടുത്തെ നിർമ്മാണ കാഴ്ചകൾ കൂടി ഒന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പാലസ് കാണാനാണ് ഇനി പോകുന്നത്. ഈ പോകുന്ന വഴിക്കെല്ലാം പണ്ടത്തെ കുറെ ഫർണിച്ചറും തടി ഉൽപ്പന്നങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. അങ്ങനെ ഞങ്ങൾ പാലസിന്റെ മുമ്പിലെത്തി. ഇവിടെ ടിക്കറ്റ് വെച്ച് തന്നെയാണ് പ്രവേശനം. തമിഴ്നാട്ടിലെ ചെട്ടിനാട് ഒരു കാലത്ത് വ്യാപാരത്തിന് പേര് കേട്ട പ്രദേശമായിരുന്നു. ഇവിടെ കാണുന്ന വീടുകൾ സമൃദ്ധമായ ജീവിതശൈലിയുടെ ഇപ്പോഴത്തെ സാക്ഷികളാണ്. ചെട്ടിനാട് എന്ന സ്ഥലത്തെ ഇതിഹാസങ്ങൾ പ്രധാനമായും പറയുന്നത് ഇവിടുത്തെ വീടുകളാണ്. പഴയ കാലത്ത് വ്യാപാരത്തിലൂടെ സ്വത്ത് സമ്പാദിച്ച ചെട്ടിയാർ സമുദായം വലിയ വീടുകൾ പണിയുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടുത്തെ വീടുകൾക്കെല്ലാം ഒരു പ്രത്യേകത തന്നെയുണ്ട്. ഒരുപാട് തൂണുകൾ, നടുമുറ്റം, പണ്ടുകാലത്തുണ്ടായിരുന്ന പല നിറത്തിലുള്ള തറയോടുകൾ, മനോഹരമായ വാസ്തുവിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള രൂപകൽപ്പന. പണ്ടുകാലത്ത് നിർമ്മിച്ച ഈ ഒരു പാലസിന്റെ നിർമ്മാണ ചെലവിനെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് ഞെട്ടിയത്. 29 ஸ்டார்ட் பண்ணாங்க, 32ல கம்ப்ளீட் பண்ணிட்டாங்க. 3 இயர்ஸ் ஆயிடுச்சு இந்த ஒர்க். கன்ஸ்ட்ரக்ஷன் பீரியட் டைம் டோட்டலாக 1.5 ஏக்கரில் இருக்குது இந்த வீடு. இதோட காஸ்ட்டு எனக்கு 3.5 லட்சம் ரூபாய். 3.5 லட்சம். இது எத்தனை வருஷம் முன்னாடி? இது 96 வருஷம் ஆச்சு. கவுண்டிங் எல்லாமே இதில் இருக்கிறது எல்லாமே இம்போர்ட்டட் திங்ஸ் தான். அந்த பிளாக் அண்ட் ஒயிட் மார்பிள்லாம் இத்தாலியன் மார்பிள், அந்த கிரானைட் பில்லர்லாம் இத்தாலியன் கிரானைட் பில்லர், வாலில் ஒட்டியிருக்க டைல்லாம் ஜாப்பனீஸ் டைல்ஸ், ஃப்ளோரில் போட்டிருக்க டைல் எல்லாமே வந்து உங்களுக்கு ஸ்பானிஷ் டைல்ஸ், மிரர் எல்லாம் பெல்ஜியம் மிரர்ஸ், தேக்கு எல்லாம் பர்மா தேக்கு, இந்த சன் கிளாஸஸ் எல்லாமே பார்த்தீங்கன்னா ஃப்ரான்ஸ். இது டோட்டலாக எத்தனை ரூம் இருக்கும்? 64 ரூம். இதோட ஓனர் யார் இருந்துச்சு? நாச்சியப்ப செட்டியார். இப்போ அவர் வந்து இப்போ வந்து 5th ஜென்ரேஷனில் இருக்காங்க. இது 5 தலைமுறைக்கு ஒரு பொதுவான வீடாக வச்சுருக்காங்க. പണ്ട് കാലത്തുണ്ടായിരുന്ന നാച്ചിയപ്പ ചെട്ടിയാരുടെ 1.5 ഏക്കറിൽ കവിഞ്ഞു നിൽക്കുന്ന ഈ ഒരു വീട് 96 വർഷങ്ങൾക്ക് മുമ്പ് 3.5 ലക്ഷം രൂപയ്ക്കാണ് പണിതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയില്ല. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇവിടെ ആത്താംകുടി ടൈല് പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയിലേക്കാണ് പോകുന്നത്. ഒരു പ്രത്യേക ഡിസൈനിൽ സിമെന്റ് വെച്ച് നിർമ്മിക്കുന്ന ഒരു ടൈലാണ് ആത്താംകുടി ടൈല്. ഈ ഒരു ഭാഗത്ത് 100ന് മുകളിൽ ടൈലുകൾ നിർമ്മിക്കുന്ന ചെറിയ ചെറിയ സ്ഥാപനങ്ങളുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ്. പൂർണ്ണമായിട്ടുള്ള ഒരു ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് ആണ്. സാധാരണ ഗ്ലാസിന്റെ പുറത്ത് ഇതുപോലെ ഒരു ടെംപ്ലേറ്റ് ഒക്കെ വെച്ച് അതിൽ പല കളറുള്ള ചായങ്ങളൊക്കെ ഒഴിച്ച് അതിന്റെ പുറത്ത് സിമെന്റ് ഒക്കെ നിറച്ചാണ് ഈ ഒരു ടൈൽ ഉണ്ടാക്കുന്നത്. ഈ ഒരു ഗ്രാമത്തിന്റെ പേരിൽ തന്നെയാണ് ടൈലുകൾ അറിയപ്പെടുന്നത്, ആത്താംകുടി ടൈൽ. ട്രഡീഷണൽ ആയിട്ട് വെക്കുന്ന വീടുകൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ചോയ്സ് ആണ്. ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല തിളക്കം ഉണ്ടാവും. പിന്നെ വീടിന് നല്ല കൂളിംഗ് കിട്ടും. തിക്നെസ് കൂടുതലായതുകൊണ്ട് അത്യാവശ്യം നല്ല ലൈഫും കിട്ടും. പിന്നെ പഴകും തോറും ഇതിന്റെ ഭംഗി കൂടുമെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ടൈലിന് 30 രൂപ തൊട്ട് 35 രൂപ വരെയാണ് ഇവിടുത്തെ വില. നമ്മൾ പറയുന്ന ഡിസൈനിൽ ഇവർ ചെയ്തു തരുകയും ചെയ്യും. ഈ ടൈല് നിർമ്മിക്കുന്ന തൊഴിലാളികളിൽ കൂടുതലും സ്ത്രീകളാണ്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ പഴയ കുറെ ഫർണിച്ചർ വിൽക്കുന്ന കട കണ്ടിട്ട് അവിടെ വണ്ടി നിർത്തി. ഇവിടുത്തെ ഫർണിച്ചറുകളെല്ലാം ഇവിടെയുള്ള പഴയ വീടുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ചിലതൊക്കെ പുതിയതുമുണ്ട്. ഈ കാണുന്ന ചുവരിൽ തൂക്കുന്ന വലിയ ചിത്രങ്ങളൊക്കെ പുതിയതായിട്ട് വരച്ചതാണ്. ആദ്യം കണ്ടപ്പോൾ ഇതെല്ലാം പഴയതാണെന്നുള്ള ഒരു ധാരണയായിരുന്നു. കാഴ്ചയിൽ ഇതൊക്കെ പഴക്കം തോന്നുമെങ്കിലും പുതിയതായിട്ട് നിർമ്മിച്ചതാണെന്നാണ് പറഞ്ഞത്. இதெல்லாம் ஒரு 10-30 வருஷத்துக்கு மேல எங்க வேற இடத்துல இருந்து வாங்கிட்டு வந்தோம். உங்களுக்கு என்ன விலைக்கு கொடுத்தீங்க? 3 ലക്ഷം രൂപ ആകും. ഈട്ടിയിലുള്ള ഒരു 3 ലക്ഷം രൂപയാണ് ചേട്ടൻ പറയുന്നത്. ഇതിന് തൊട്ടു പുറകിൽ തന്നെ ഇതൊക്കെ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെയാണ് ഈ പഴക്കം തോന്നുന്ന രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഓൺലൈനിൽ അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിന്റെ ഫ്രെയിമിനൊക്കെ ഒരുപാട് പഴക്കം തോന്നാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പൊടിക്കൈകളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ള ചെട്ടിനാടിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഉടൻ തന്നെ ഉണ്ടാവും.